ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊടൈക്കനാൽ ഗുണ കേവിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗുണ കേവിലാണ്. ഞാൻ ഇവിടെ ഒരുപാടായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. കാരണം നമ്മുടെ മഞ്ഞുമൽ ബോയ്സൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. അവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര രസമാട്ടോ. എനിക്ക് തോന്നുന്നു 2026 ഞാൻ കാണാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി ചിലപ്പോൾ ഇതിനും ബെസ്റ്റ് ഒരു സ്ഥലം കാണാൻ പറ്റുമെന്ന് തോന്നില്ല. നോക്കിയൊക്കെ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ കാണാം. അത് തന്നെയാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. അതില്ല എന്നെനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിനെ കുറിച്ച് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആണോ? ഇത് ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാൽ? ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫുള്ള് കോട, നല്ല മഴ പെയ്യുന്നുണ്ടാ. ഫോണ് നനയുന്നു. ഇവിടുന്ന് വീട്ടിൽ എത്തുമ്പോഴത്തേക്കും ഫോണിൽ പണിയായിട്ട് സർവീസ് സെൻ്ററിൽ കൊണ്ടുകൊടുക്കേണ്ട അവസ്ഥയായിരിക്കും. അടിപൊളി ലൊക്കേഷൻ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയേ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. നോക്കിയേ, നല്ല മഞ്ഞുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോക്കിയേ, ഇതിൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ അയ്യോ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നോക്കിയേ, ഫോണും നനയുണ്ട്, ആകെ മെയിലും നനഞ്ഞു. ബിവെയർ ഓഫ് മങ്കീസ്. ഞാൻ ലാസ്റ്റ് നമ്മുടെ വാൾപ്പാറ പോയപ്പോഴാണ് ഇങ്ങനെ മഞ്ഞ് കണ്ടിട്ടുള്ളൂ. അത്രക്കും മഞ്ഞ്. കഴിഞ്ഞ വീഡിയോ കണ്ടവരോട് കഴിഞ്ഞ വീഡിയോയിൽ ഇവനൊരു വെടി വെച്ചിരുന്നു. പക്ഷെ അത് കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് സംഭവം. അയാൾ വേസ്റ്റ് ആണ് പറഞ്ഞു. അതെ അയാൾ ഇവന് വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവനൊന്ന് കൊള്ളിച്ചു. ഇവൻ റിവെഞ്ച് എടുത്തു. പക്ഷെ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തു. പക്ഷെ അത് ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ തലമത്തും വെച്ച് നടക്കേണ്ട അവസ്ഥ കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നടക്ക് നമ്മളൊക്കെ മാറി ഫ്രണ്ടിലെത്തിയോ? വേമ്പട്ടോ ഒടിങ്ങടാ. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചു, കുറേ നാളായിട്ട് ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നോക്കിയേ. ആ ഒരു വേരുകളുടെ മരവും അതേപോലെ തന്നെ നമ്മൾ ആ മൂവിയിൽ കണ്ടിട്ടുള്ള ഒരു ഗ്രില്ലും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. എന്തായാലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇവിടെ ഭയങ്കര രസമായിട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോടാം. എനിക്ക് നല്ലപോലെ ഇവിടുത്തെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മഴ കാരണം ഇടങ്ങറായി. ഫോണും പുറത്ത് വല്ല ഗോപ്രൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. ഇത് ഫോൺ പുറത്തിറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളം കയറും. അങ്ങനെ ആകെ നനയും ചെയ്ത് ആകെ ഇടങ്ങറായി. ഇത് നോക്കിയേ, വേരൊക്കെ. ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോ കിട്ടും. നമുക്കൊന്ന് എടുത്തു നോക്കണം. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ ആ ഗ്രില്ലതാണ് നമ്മൾ മറ്റേ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കമ്പി. നമ്മളിതാ ഇതിൻ്റെ മുകളിൽ കയറാൻ പോകട്ടെ. ജസ്റ്റ് ഒരു വ്യൂ കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല തിരക്കാം. ഇതാണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ. ഓക്കെ, അതാണ് തോന്നുന്നു പില്ലർ റോക്സ്. അറിയില്ല. നോക്കുമ്പോൾ എനിക്കിവിടെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഒന്ന് ആ മരത്തിൻ്റെ ആ ഒരു വേരുകളും അതേപോലെ ഈ ഗ്രില്ലിട്ട സ്ഥലം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ. ഈ കാണുന്ന കേട്ടോ ഞാൻ ഗ്രില്ലിട്ട് അരച്ച് വന്നത്. അവിടെയൊക്കെ കുത്തനടിക്ക് കുഴിയാണ്. ഇവിടെയൊക്കെ പൊന്ത് വന്നു. പക്ഷെ അവിടെയൊക്കെ ക്ലിയർ ആയിട്ട് അടി കാണാണ്ട്. ആ വേര് കാണാൻ രസമുണ്ടല്ലേ. ഇവിടെ ഈ മഴ ചതിച്ച് വേറെ ഒരു പ്രശ്നമില്ല. മഴ ഉണ്ടെങ്കിൽ
എത്ര നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ട് നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ പറ്റും. മഴ കാരണം ഇവിടെ എന്നാലും മതി. അതിന്റെ മുകളിൽ ഒരു ഫോട്ടോ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകാൻ നിൽക്കട്ടെ. പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഞാനിത് ഈ ഒരു സ്ഥലം കാണിച്ചു തരികയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഞാനിപ്പോഴും പറയുന്നത്. കാരണം ഇത്രയും ഒരു ക്ലൗഡും കാര്യങ്ങളൊക്കെ ഇന്ന് നല്ല ഈ ഒരു ചെറിയ മഴയുള്ള കാരണമായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഞാൻ കുളിച്ചു, ഇനി കുളിക്കേണ്ടതില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യല്ലോ, നല്ല ക്ലൈമറ്റ് അല്ലേ, പക്ക ക്ലൈമറ്റ്. ഇതെന്താ നമ്മൾ നാളെ വരെ വിചാരിച്ചു, പക്ഷെ നാളെ 2-3 ദിവസം ഇതേ മഴ ഉണ്ടാവും. ഈ ഗുണാക്കേവിൽ വന്നിട്ട് കാര്യമില്ല, ഇവിടെ അത്ര വലിയ സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചില റീല് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല സംഭവം. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒന്നാമത് മഞ്ഞു കുറേ നടന്നില്ലേ, ആ കയ്യോ അവിടെ ഗ്ലൗസ് ഒക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്, അതൊന്നും എടുക്കാതെ വലിയ ആളായിട്ട് അറിയില്ല. നല്ല പണിയിട്ട് നെക്സ്റ്റ് ലൊക്കേഷൻ പൈൻ ഫോറസ്റ്റ്. ഓക്കെ, ഇതാ എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇതാണ്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സിഫാസി അങ്ങനെ ഇപ്പം നിൽക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. നല്ല കുടുങ്ങിയിട്ടൊന്നും പോയിട്ടുണ്ടാവില്ല, ലൈഫിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് ട്രിപ്പ് പോയിട്ടില്ല. മഴ 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 അങ്ങനെ നനഞ്ഞിങ്ങനെ കുടിച്ചിട്ട് ഇനി ഒന്നും നനയല്ലേ. ഫോൺ എടുക്കാൻ പോയിട്ട്